اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നമ്മൾ വളരെ ചെറുപ്പത്തിലെ കേട്ട് ശീലമായി പോകുന്ന ഒരു ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സ്വമത നജ, മിണ്ടാതിരുന്ന ആള് രക്ഷപ്പെട്ടു. മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും വേറെ തസവൂഫിൻ്റെ കിതാബിൽ കാണാൻ കഴിയും, ആത്മീയത എന്നുള്ളത്, പരംപൊരുളിനെ അറിയുക എന്നുള്ളത് 10ൽ 9 സുംത്തോടുകൂടെയാണ്. സുംത്ത് പറഞ്ഞാൽ മൗനം. 1 മാത്രം ഉസ്ലത്താണ്, ഏകാന്തവാസം. അപ്പോൾ തസവൂഫിൻ്റെ അന്തസത്ത, അതിൻ്റെ സത്ത എന്ന് പറയുന്നത് മൗനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു, മൻ സ്വമത നജ, മിണ്ടാതിരുന്ന ആൾ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ദൂരത്തുനിന്നൊരു ശബ്ദം നമുക്ക് കേൾക്കുകയാണ്. ആ സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും, അല്ല എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നാണ്, എന്തോ അവിടുന്ന് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ മൗനത്തിലാണ് കേൾക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കേൾക്കുള്ളൂ. മനസ്സിലാവണ്ടോ? മൗനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അതുവരെ നമുക്ക് വ്യക്തമായി കേൾക്കാത്തത് നമ്മളൊക്കെ മിണ്ടാതിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? കേട്ടു. അതേ ഒരു കേൾവി ഇതിൻ്റെ അകത്തേക്ക് ഒരു കേൾവി ഉണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ നിന്റെ കേൾവി ഈ പുറത്ത് നമ്മൾ ഈ കാതിന് പ്രത്യേക ആകൃതിയൊക്കെ ഉണ്ടല്ലോ, അതെന്തിനാണ്? ഈ പുറത്തുള്ള വിഷയങ്ങൾ കേൾക്കാനാണ്. എന്നാൽ അതേ ഒരു ബാത്തിനിയായ ഒരു കാത് അല്ലാഹു തആല ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങട്ടാ കേൾക്കേണ്ടത്? ഉള്ളിലേക്കാണ് അവൻ്റെ കേൾവി ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അല്ലേ? കാതുകൾ അവർക്ക് ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. തസൗഫിന്റെ പണ്ഡിതന്മാർ പറയുന്നു, കാതുകൾ അവർക്ക് ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത് ഉള്ളിലേക്ക് അവരെന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ഉലൈക കൽ അൻആം, അവര് ആടുമാടുകളെ പോലെയാണ്. ബൽ എന്നല്ല, ഹും അദൽ, അതിനേക്കാളും പഴച്ചവർ ആൾക്കാരാണ്. അപ്പോ ഈ ആയത്തെടുത്തിട്ട് സൂഫിയാക്കൾ പറയുന്നുണ്ട്, സ്വന്തം അന്തരംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അത് നമ്മൾ എന്ന് കേൾക്കാൻ നമ്മൾ തുടങ്ങുന്നോ അന്നാണ് നമുക്ക് എല്ലാത്തിലും അതിൻ്റെ ഒരു രുചി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ മസ്നവിക്ക് ഒരുപാട് ആളുകൾ അതിൻ്റെ മലയാള പരിഭാഷ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും റൂമി റളിയല്ലാഹു അൻഹു എന്താണോ ആഗ്രഹിച്ചത് ആ രൂപത്തിലേക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു രുചി എത്തിയിട്ടില്ല. അത്രമാത്രം ആഴുണ്ട് ബഹുമാനപ്പെട്ട റൂമിയുടെ മസ്നവിക്ക്. മസ്നവി എന്ന് പറഞ്ഞാൽ ഒരു തഫ്സീറാണ്, പരിശുദ്ധ ഖുർആന്റെ ഒരു തഫ്സീറും കൂടിയാണ് സത്യത്തിൽ ഏത് മസ്നവി എന്ന് പറയുന്നത്. അത് പേർഷ്യൻ ഭാഷയിൽ തുടങ്ങുന്നത് തന്നെ ബഷ്നു എന്ന് പറയുന്ന പദം കൊണ്ടാണ്. ബഷ്നു,
ബഷ്ണു എന്ന് പറയുന്ന എന്തർത്ഥം? നീ ശ്രവിക്കുക, നീ കേൾക്കുക എന്ന. ആദ്യം അതിൽ അദ്ദേഹം കൊടുത്ത വാക്ക് നീ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ കേൾവി നമുക്ക് എങ്ങോട്ടാണ് വേണ്ടത്? ഉള്ളിലേക്കാണ് നമ്മുടെ കേൾവി എന്ത് ചെയ്യേണ്ടത്? വേണ്ടത്. ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ ആത്മാവാകുന്ന പുല്ലാങ്കുഴലിന്റെ വിരഹവേദന അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അതായത് ആത്മനാഥനിൽ നിന്ന് വേർപെട്ടു പോകുന്ന നിന്റെ ആത്മാവ് ശക്തമായ കരച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിൽ കരയുന്നുണ്ട്. അത് നീ നിന്റെ കാതുകൊണ്ട് നിന്റെ ഉള്ളിലേക്ക് നീ കേൾക്കുകയെന്ന് ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയണം. പരിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ, ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ. കേൾക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഉത്തരം നൽകാൻ കഴിയുള്ളൂ. കേൾക്കുന്നവർക്ക് മാത്രമേ ഉത്തരം നൽകാൻ കഴിയുള്ളൂ. എന്താ കേൾക്കുന്നവർക്ക് മാത്രമേ ഉത്തരം നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞത്? ഉള്ളിൽ കേൾക്കുന്ന ആളുകൾക്ക് മാത്രമേ ഏതൊരു കാര്യത്തിനും മറുപടി പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മള് സ്വലാഹുദ്ദീൻ ഞങ്ങളൊരു കിതാബ് നമ്മളിവിടെ 2 ദിവസം മുമ്പ് അർത്ഥം വെച്ചു. അതിൽ അൽ ഫത്ഹുൽ കൗനി എന്ന് പറയുന്ന ഒരു മഖാമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കേൾവി തുടങ്ങിക്കഴിഞ്ഞാൽ അവനോട് കല്ലുകൾ സംസാരിക്കും, ജീവികൾ സംസാരിക്കും. അവനെ കാണുമ്പോൾ ജീവികൾ മാറി നിൽക്കും. അവനെ കാണുമ്പോൾ ജീവികൾ എന്ത് ചെയ്യും? മാറി നിൽക്കും. ഇന്നലെ ഹിക്കമിന്റെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധവേളയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു സിംഹം അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന നിനക്കില്ലെങ്കിൽ നീ മറ്റൊരു വഴി തേടിപ്പോ, ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? നിസ്കരിക്കാണ്. അപ്പോ മനുഷ്യനേക്കാൾ മുകളിലായിട്ടൊന്നുമില്ല. അതിന്റെ താഴെയാണ് ജിന്നും ജന്തുക്കളും മറ്റ് ഏത് കാര്യങ്ങളും മനുഷ്യന്റെ താഴെയാണ്. മനുഷ്യന്റെ മേലെ ഞാൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു താല മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ മുകളിലായിട്ട് അള്ളാഹു താല മാത്രമേ ഉള്ളൂ. അത് ആ മനുഷ്യന്മാർക്ക് അള്ളാഹു താല ഈ ലോകത്തുള്ള സർവ്വ ജീവികളെയും എന്ത് ചെയ്തിട്ടുണ്ട്? അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ അവൻ എന്താവണം? ഇനി വേറൊരു രസം എന്താണെന്നറിയോ? നമ്മൾ ഒരു കമാലിയത്തുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ആ പോത്തിന് മനസ്സിലാവുന്ന, എരുമക്ക് മനസ്സിലാവും, പല മൃഗങ്ങൾക്കും നമ്മളുടെ കമാലിയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന, മനസ്സിലാണോ? അതുകൊണ്ട് തന്നെ കമാലിയത്തുള്ള ഒരു മനുഷ്യനൊരു തുപ്പ് തുപ്പിക്കഴിഞ്ഞാൽ, ഭൂമിയിലൊരു തുപ്പ് തുപ്പിക്കഴിഞ്ഞാൽ അതിനോടുള്ള ബഹുമാന സൂചകമായി ഉറുമ്പുകൾ പോലും വഴിമാറി സഞ്ചരിക്കുന്ന. അപ്പൊ മനുഷ്യനാകാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? നമുക്ക് പലതിൻ്റെയും രുചി ആസ്വദിക്കാനും അനുഭവിക്കാനും നമുക്ക് കഴിയാത്തത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു യഥാർത്ഥ ഗുരുവിനെ കിട്ടിയിട്ട് ഒരു മുരീദ് ഉള്ളിലേക്കുള്ള കേൾവി അവൻ കേട്ടിട്ടില്ലെങ്കിൽ അവൻ പരാജിതനാണ്. നഅൂദുബില്ലാ, അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഉള്ളിലേക്കുള്ള കേൾവിയാണ്. നമുക്ക് പല വിഷയങ്ങളും, ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നമ്മളെ ശ്രദ്ധ മുഴുവനും അതിലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഈ ദുനിയാവിൽ കാണുന്നതല്ല ശരിക്കും യഥാർത്ഥ ലോകം. ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിൽ കിടക്കുന്ന ലോകത്തിന്റെ ഡമ്മികൾ മാത്രമാണ് എന്ത്? പുറത്ത്. അല്ലേ? ഞാനൊരു മഹാന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഒരാളിങ്ങനെ മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പണ്ഡിതൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനാ ഈ കണ്ണടച്ചിരിക്കണത്? ഈ കാണുന്ന ഈ മുന്തിരി കൊല നിങ്ങൾ കണ്ടില്ലേ? എന്ത് മനോഹരമുണ്ട് അത് കാണാൻ, അല്ലേ? എന്ത് മനോഹരമാണ് അത് കാണാൻ. അപ്പോൾ ആ മഹാൻ പറഞ്ഞില്ലേ, സഹോദര, അതിനേക്കാൾ പഴുത്തു തുടുത്ത വളരെ രുചികരമായ മുന്തിരിക്കുല ഉള്ളിലാണ്. നീ നിന്റെ മിഴികൾ അടക്കുക, എന്നിട്ട് നിന്റെ കാതുകൾ കൊണ്ട് നേക്കുക. അപ്പം നിനക്ക് അവിടുത്തെ മന്ദമാരുതനും ആ ശീൽക്കാരങ്ങളും വളരെ രസകരമായ അനുഭവങ്ങളും നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആസ്വദിക്കാൻ കഴിയും. അപ്പം നമുക്ക് ഉള്ളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സഞ്ചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടോ, ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുകിയ. അല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരു മനുഷ്യനിലേക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരു മനുഷ്യനിലങ്ങ് വെളിവാകുമ്പോൾ അവൻ അറിയാതെ അവന്റെ അതായത് കണ്ണുനീർ തൂകിയിട്ട് സ്വമേധയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദിലായി വീഴുമെന്ന് അല്ലാഹു തആല ഇവിടെ പറയാണ്, പരിശുദ്ധമായ ഖുർആനിൽ പറയണം. പക്ഷേ ആ മിഴിനീര് വരണമെങ്കിൽ എന്ത് വേണം?
അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഉള്ളിലുള്ളത് ഇങ്ങനെ കാണാൻ കഴിയണം. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങളുടെ കിതാബിൽ ദഖായിഖുൽ ഹഖായിഖിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട്. കാഴ്ചകളൊന്നും പുറമേ അല്ല, കാഴ്ചകളൊക്കെ ഉള്ളിലാണ്. അകമയുള്ള കാഴ്ചകളാണ് കാണേണ്ടത്. ആ കാഴ്ചകൾ നമ്മളെ കാണിക്കാനാണ് ശരിക്കും ആര് വേണ്ടത്? ഒരു മുറബിയായ ഷെയ്ഖ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുറബിയായ ഷെയ്ഖ് ഒരു മുരീദിനെ തെർബിയത്ത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണം, ഉസ്താദ് ഭയങ്കര ഇൽമുള്ള ആളാണ്. ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടീനെ കൊടുത്തിട്ട് ആ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് ആക്കി കൊടുത്താൽ ആ ഉസ്താദിന് ആ കുട്ടീനെ പഠിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. എന്നതുപോലെ തന്നെ മുരീദാകാത്ത കാലത്തോളം ഒരു ഷെയ്ഖ് എന്ത് ചെയ്യൂല? ഒരു മുരീദിന് തർബിയത്ത് ചെയ്യൂല. മുരീദായാൽ മാത്രമേ ഷെയ്ഖ് മുരീദിന് എന്ത് ചെയ്യുള്ളൂ? തർബിയത്ത് ചെയ്യുള്ളൂ. അതുവരെ എന്ത് ചെയ്യൂല? തർബിയത്ത് ചെയ്യൂല. മഹാന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഇഷ്ടങ്ങൾ പോലെ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് ഒരു 2 വയസ്സായ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇതിനോടേക്കാരം, കളിപ്പാട്ടങ്ങളോടേക്കാരം അല്ലേ? കളിപ്പാട്ടങ്ങളോടാണ് ആദ്യം താല്പര്യം ഉണ്ടായത്. പിന്നെ എനിക്കൊരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെറുതും എന്താണ്, അതൊക്കെ ഒരു പിന്നെ മണ്ണിൻ്റെ ഇതിൻ്റെ ഒക്കെ ആണെന്നുണ്ട്, അത് വലിച്ചെറിയും. പിന്നെ ഓന് സൈക്കിളുമൊക്കെ കറങ്ങുമ്പോൾ ആ സൈക്കിളുമ്പോൾ കുറേ പോയി കഴിഞ്ഞാൽ ഇത് വല്ലാതെ സ്പീഡ് പോകാൻ പറ്റില്ല, കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൻ്റെ ഇഷ്ടം മാറും, പിന്നെ ബൈക്കാവും അല്ലേ? ബൈക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്ക് പോരാ, നമുക്ക് എല്ലാവരും പാടെ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ എന്താണ്, കാറ് വേണം. ഓൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക? കാലങ്ങളായിട്ട് മാറുകയാണ് അല്ലേ? കാലങ്ങളായിട്ട് മാറണം. ഇതേപോലെ തന്നെയാണ് ഒരു മുരീദിൻ്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടേ ഷെയ്ഖ് എന്ത് ചെയ്യുള്ളൂ? ഓനക്ക് നൽകുള്ളൂ. ഓൻ്റെ ഇഷ്ടം ഏതിനോടാണ് അത് ആദ്യം കൊടുക്കും, പിന്നെ അടുത്തത് കൊടുക്കും, പിന്നെ അടുത്തത് കൊടുക്കും, പിന്നെ അടുത്തത് കൊടുക്കും. ഒരു കുട്ടിക്ക് ആദ്യം കളിപ്പാട്ടിരുന്നു, പിന്നെ സൈക്കിളിരുന്നു, പിന്നെ ബൈക്കിരുന്നു, പിന്നെ കാറിരുന്നു. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ മാറുന്നത് പോലെ ഒരു ഷെയ്ഖ് ഒരു മുരീദിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. ഓനെ ഏതൊക്കെ നിലക്ക് തെർബിയത്ത് ചെയ്യാൻ പറ്റും? ഓനൊരു ചെറിയ കുട്ടിയുടെ സ്വഭാവമാണെങ്കിൽ ഓനെ തലക്കെന്ന് തുടങ്ങണം, ഓൻ്റെ അമ്മാറത്ത് ക്ലിയറാക്കണം, പിന്നെ ലവ്വാമത്ത് ശരിയാക്കണം, പിന്നെ മുൽഹിമത്തിലേക്ക് എത്തിക്കണം, പിന്നെ മുത്തുമൈനത്തിലേക്ക് എത്തിക്കണം, പിന്നെ പടിപടിയായിട്ട് എന്ത് ചെയ്യുള്ളൂ? ഷെയ്ഖ് അവൻ എന്ത് ചെയ്യുള്ളൂ? തെർബിയത്ത് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി തങ്ങൾ പറയുന്നത്, ബഷ്നു എന്ന് പറഞ്ഞാൽ നീ ശ്രവിക്കുക, നീ ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന്. നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കേൾക്കേണ്ടത്. അള്ളാഹുവിൽ നിന്ന് വേർപിരിഞ്ഞ ആത്മാവ് വല്ലാതെ വേദനിച്ച് കരയുന്ന ഒരു വിലാപമുണ്ട്. ആ വിലാപം ഓരോ മനുഷ്യനും കേൾക്കണമെങ്കിൽ എന്തു വേണം? അത് ഒരു മനുഷ്യനെ കാതിലെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ഉറക്കമുണ്ടാവില്ല എന്നാണ് ആത്മാവിൻ്റെ കരച്ചിൽ. കാരണം ആത്മാവ് ആലമുൽ ലാഹൂത്തിൽ നിന്ന് വന്നതാണ്. അലാഹൂത്തിൽ നിന്ന് ജബറൂത്തിലേക്ക് വന്ന് മലക്കൂത്തിലേക്ക് വന്ന് ഇപ്പം നാസൂത്തിലാണുള്ളത്. ഞാൻ തിരിച്ച് അവിടേക്ക് എത്തുന്നത് വരെ അതിൻ്റെ കരച്ചിൽ എന്ത് ചെയ്യൂല? അവസാനിക്കൂല. മനസ്സിലാവുണ്ടോ? ആ ഒരു കരച്ചിൽ നമ്മുടെ ഈ ഉള്ളിലെ കാതുകൊണ്ട് കേൾക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പോഴേ നമ്മുടെ ഇബാദത്തിനൊക്കെ മാധുര്യവും രസവും ഉണ്ടാകുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അറിയാനും ആസ്വദിക്കാനുമുള്ള തൗഫീഖ് തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.